ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യും, എങ്ങനെ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളും കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ നീണ്ടു പോയത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചു. അതിന് ശേഷമുള്ള പാത്രം കഴുകൽ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തലേന്ന് നമ്മൾ നാളെ എന്തായാലും തിങ്കളാഴ്ച മക്കൾക്കെല്ലാം പോകണം, സനിഷേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തലേന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ എനിക്ക് പണിയെടുത്താലും ഒതുങ്ങൂല, ആകെ വെപ്രാളും വേവിലാദ്യം എന്താ പറയുക, അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ എന്താക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യും. നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നാളെ ചോറിന് ഇപ്പം അയിലയുണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയില തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അച്ചൂട്ടിന് മീൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണം അത്ര താല്പര്യമില്ല കേട്ടോ, കഷ്ണമൊന്നും കൂട്ടില്ല. പൊരിച്ചാൽ ചിലപ്പം ഒരു കഷ്ണം കൂട്ടിയെങ്കിലായി, അല്ലെങ്കിൽ മീൻ്റെ ചാറ്. അപ്പോൾ അതും കൂട്ടി ദോശ തിന്നോളാം. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ അരച്ച് ദോശയാക്കാന്ന്. ഇവർക്ക് മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി ഇതുണ്ടെങ്കിലേ രാവിലെ അരച്ച ദോശ പറ്റൂല്ലോ കേട്ടോ. അതപ്പെങ്കിലും അതുകൊണ്ട് രാവിലെ അരച്ച ദോശ ആക്കലില്ലോ. അപ്പം നാളെ അതാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം ഇളയമേരടുക്ക് പോയിട്ടുണ്ടായിരുന്നു ഇളയപ്പനെ കാണാൻ വേണ്ടിയിട്ട്. ഇളയപ്പന് സുഖമില്ല. അപ്പോൾ അവിടെ കുറേ പ്ലാവുണ്ട്. അപ്പം ഇളയമ്മ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് കണ്ടൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു കഷ്ണം വാങ്ങി. ഇളയമ്മ തന്നതാട്ടോ. എന്നോട് പറഞ്ഞു വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു തന്നേ പറഞ്ഞു. അപ്പം അങ്ങനെ അതിൽ നിന്ന് കണ്ടൽ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം അത് ഉപ്പേരി വെക്കാം. പിന്നെന്നാ ദോശയാണ്. അപ്പം നമ്മൾ രാവിലത്തെ പ്ലാനിങ് സെറ്റായി. അപ്പം അരി പുതിർക്കേണ്ട പണിയേ ഇല്ലൂ. അപ്പം ഞാനിതാ വത്തക്കയെല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തട്ടെല്ലാം വേഗം ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. അപ്പം തട്ടെല്ലാം തുടച്ച് ഇനിയൊന്ന് സിങ്ക് കഴുകിയിടണം. അതൊക്കെയാണ് രാത്രിക്കത്തെ പണി. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. തുടക്കക്കാരായതുകൊണ്ട് തന്നെ എങ്ങനെ വീഡിയോ എടുക്കണം, എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് തിരുത്തി തരുമെന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാമല്ലോ. എന്തായാലും ഉണ്ടാവും തെറ്റുകളും കാര്യങ്ങളും. മനുഷ്യരല്ലേ, എല്ലാവരും എല്ലാം പഠിച്ചു വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ അവതരിപ്പിക്കണം എന്നില്ലെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സിങ്കെല്ലാം കഴുകി തട്ടെല്ലാം ഒന്ന് തുടച്ചിട്ട് കഴിയുമ്പോഴേക്ക് നമ്മളെ പണി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വരണം. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഫുഡ് ഉണ്ടാക്കുക, വർക്ക് ഏരിയ ആണിത്. നമുക്ക് അടുക്കള സെപ്പറേറ്റ് ഉണ്ട്, പക്ഷേ ആടെ നിന്ന് ഫുഡൊന്നും ആക്കലില്ല. നമ്മൾ ആദ്യം കൂടിയ സമയം ഗ്യാസ് അടുപ്പ് ആടെ ഉണ്ടായത്. പിന്നെ ഞാനതെടുത്ത് ഇങ്ങോട്ട് മാറ്റി. കാരണം ഇവിടെയാണ് നമുക്ക് പാത്രങ്ങൾ വെക്കാനും അതുപോലെ അലമാറയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. അപ്പം അപ്പുറത്തുനിന്ന് അങ്ങോട്ടും ഓടി ഒരുപാട് സമയം രാവിലെ വെറുതെ പോകുന്നത് കൊണ്ട് ഞാൻ നേരെ ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ട് മാറ്റിയതാണ്. ആദ്യം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഉണ്ടായ, ഈ തട്ടിന് മുകളിൽ തന്നെയാണ് ഉണ്ടായിന്. പിന്നെ ഞാനത് മാറ്റിയിട്ടിപ്പം നമ്മളെ വിറകടുപ്പിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിറകടുപ്പ് അങ്ങനെ കത്തിക്കലില്ലോ. അപ്പം പിന്നെ ഇവിടെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് വീഴുന്നതുകൊണ്ട്, പിന്നെ ഇപ്പുറം വാഷിംഗ് മെഷീൻ ഇല്ലതുകൊണ്ടും അവിടെ എനിക്കൊരു വെക്കാൻ സ്ഥലമുണ്ട്, പക്ഷേ അവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരത് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇപ്പോൾ ആടെയാണ്. അപ്പോൾ വർക്ക് ഏരിയയിലാണ് ഞാൻ ഏത് സമയം ഉണ്ടാവുക. അടുക്കളയിൽ അതുകൊണ്ട് പിന്നെ അങ്ങനെ വൃത്തിയേടോ കാര്യങ്ങളോ ഒന്നും ആവില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള മേശയും കാര്യങ്ങളെല്ലാം ആടെയുള്ളത്. പിന്നെ ഡൈനിങ് ഏരിയയിലും ഉണ്ട് ഒന്ന്, പക്ഷേ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കഴിക്കലില്ല. നമ്മൾ ഫുഡ് കഴിക്കൽ അടുക്കളയിൽ ആ മേശയിലിരുന്നിട്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ അച്ചൂട്ടൻ തിന്ന വത്തക്കേര തോലൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ പുറത്തുകൊണ്ടേ കളയുന്നതല്ല ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഇവിടുത്തെ വേസ്റ്റെല്ലാം ഇടുന്ന കമ്പോസ്റ്റ്, അതായത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കമ്പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിനെ. അപ്പോൾ അത് നമ്മളെ വളപ്പിൻ്റെ അതിരിനെ കൊണ്ടുവച്ചിട്ടില്ലേ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വെച്ചാൽ സ്മെല്ല് വരുമോ അങ്ങനത്തെ എല്ലാം പേടിച്ചിട്ട് അങ്ങ് കൊണ്ടുവച്ചു. അപ്പോൾ രാത്രി ഫുഡ് വേസ്റ്റ് കൊണ്ടിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ ഞാനിവിടെ ഡബ്ബയിലാക്കി അടച്ചു വെക്കുക ചെയ്യുക. അപ്പോൾ കുറച്ച് ചോറുണ്ടതിൻ്റെ കുറച്ച് മീൻ്റെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഡബ്ബയിലാക്കി അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വത്തക്കരതും കൂടി അതിലിട്ട് അടക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എടുത്തിട്ട് കളയുക ചെയ്യുക. നല്ലോണം വെളിച്ചം വന്നതിന് ശേഷം. ഇരുട്ടത്ത് പോകാൻ നല്ല പേടിയാണ്. പിന്നെ ഇവിടെ വെച്ചാൽ ചുറ്റും റോഡാണ്. പിന്നെ അവിടെയെല്ലാം കുറേ ഹിന്ദിക്കാരും ആൾക്കാരെല്ലാം പണിയെടുക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ട് പുറത്തിറങ്ങാനെല്ലാം പറഞ്ഞാൽ കുറച്ച് പേടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങലില്ല.
അപ്പോൾ ഞാനിത് അടിച്ച് വാരിയിട്ടുണ്ട്. ഈ വേസ്റ്റ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കളയാവുന്നതേ ഇല്ല. ഉണ്ടെങ്കിൽ ആ ഗ്രില്ല് തുറന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് എറിയാം. ഒന്നുമില്ല, കുറച്ച് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം കളഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല. സനിച്ചേട്ടൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ആളിരുന്ന് ഫോൺ നോക്കുമോ ടി വി ആണോ എന്തോ ചെയ്യുന്നുണ്ട്. മക്കൾ രണ്ടാളും കിടന്നിട്ടുമില്ല. ഇനിയിപ്പം ഞാൻ നേരെ പോയി കിടക്കാൻ വേണ്ടി പോവേന്ന്. പിന്നെ ഇവർ ലൈറ്റെല്ലാം ഓഫാക്കി വാതിലെല്ലാം അടച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതെല്ലാം ചെയ്തിട്ട് വന്നോളും. പിന്നെ ആ ഒരു ടെൻഷൻ എനിക്കില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമ്മളിവിടെ 2 ദിവസം അടുപ്പിച്ച് വൈകുന്നേരം മഴ പെയ്തു കേട്ടോ. ഒരു ദിവസം ജസ്റ്റ് ഒന്ന് പാറിപ്പോയതേ ഉള്ളൂ. പിറ്റേ ദിവസം നല്ല മഴയുണ്ടായിന്, നല്ല മഴ. വെള്ളം ഒഴിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിന്. നിങ്ങളുടെ അടുത്തെല്ലാം മഴ പെയ്തിനോ? ആ മഴ കിട്ടീനോ? കുറേ ഇടത്തെല്ലാം മഴ കിട്ടീനി. കൊടകിലെല്ലാം വാർത്തയിലെല്ലാം കണ്ടീനി ആ ഒരു മഴയത്ത് കാപ്പിക്കുരുവും എല്ലാം ഒലിച്ചു പോയി എന്നെല്ലാം പറഞ്ഞിട്ട് വാർത്തയിൽ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട് അവരിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വാരി എടുക്കുന്നതെല്ലാം കാണുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ആക്കിയതല്ലേ. അപ്പം അതെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. നമുക്ക് മഴ പെയ്തു പറയുമ്പോൾ ഭയങ്കര സന്തോഷം, പക്ഷേ അവർക്കെല്ലാം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇതിൽ കണ്ടിന്. അപ്പോൾ രാവിലത്തേക്കില്ലേ അരി ഞാനിതാ പുതിർത്തിട്ടുണ്ട്, പച്ചരി ദോശക്ക്. അപ്പോൾ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് ഇന്നത്തെ ചോറ് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വരുമ്പോഴേക്ക് ഇതാ നച്ചു ടി വിയും കണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നാളെ സ്കൂളിൽ പോകേണ്ടതാന്ന് വേഗം എണീച്ച് പോയി കിടക്കുമെന്ന് പറഞ്ഞ നേരം എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ പോവും, അലാറം വെക്കും, പോയി സുഖമായി കിടന്ന് ഉറങ്ങും. രാവിലെ അലാറം അടിക്കുമ്പം എണീക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, വീണ്ടും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വീണ്ടും ആക്കി വെക്കും, വീണ്ടും അങ്ങനെ കുറച്ച് മടിച്ചിട്ട് തന്നെ എണീക്കുക. അപ്പോൾ എങ്ങനെ ആയാലും 5:30 5:45 ആ സമയമാകുമ്പോൾ എണീക്കലുണ്ട്. അപ്പോൾ ഞാൻ അലാറെല്ലാം വെച്ച് പോയി കിടക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം.